ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. കൂടിയതിന് ഹാഫ് ആൻ അവർ ആണ് റെക്കോർഡിംഗ് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലധികം വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മളുടെ പ്രോഗ്രസ് ബാറിൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. പാർട്ട് 2 ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു, ഒരു ലോജിക്കൽ ഒരു സിൻടാക്സ് എറർ കൂടി വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. അവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ എന്ത് വരേണ്ടത്. നിങ്ങളുടെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തിട്ടുള്ളത്. കൺസോൾ ഡോട്ട് ലോഗ് നമ്മൾ എന്ത് പറഞ്ഞു, സർക്കിൾ എന്ന് പറഞ്ഞു അല്ലേ. സർക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ്, നമ്മളുടെ ഈ സർക്കിളിനെ നമുക്ക് കാണാൻ പറ്റിയത്. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ആക്റ്റീവ് ക്ലാസ് ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിൻടാക്സ് എറർ എന്താണ്, നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ ഞാൻ ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഈ കൺസോൾ ഡോട്ട് ലോഗിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിന് താഴെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതുകയാണ്. ഇഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ അല്ലേ. ഓരോ അറേക്കും ഓരോ വാല്യൂ ഉണ്ട്. ആ വാല്യൂ കറണ്ട് ആക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ, കറണ്ട് ആക്റ്റീവ് നമ്മളെവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് വാല്യൂ ഈ കറണ്ട് ആക്റ്റീവിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഫങ്ഷൻ, ഒരു സംഭവം ഇവിടെ ചെക്ക് ചെയ്യാനുണ്ട്. സംഭവം ചെക്ക് ചെയ്യല്ല വേണ്ടത്, നമുക്ക് എന്താണ്, ഒരു ആക്റ്റീവ് ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ സർക്കിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ സർക്കിൾ ഡോട്ട് ക്ലാസ് ലിസ്റ്റ്, ഇതൊക്കെ കീവേഡാണ് കേട്ടോ. ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡ് എന്ത് പറഞ്ഞു, ആക്റ്റീവ് പറയുന്ന ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ ആക്റ്റീവ് ആക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ അപ്ഡേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും, ഈ അപ്ഡേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന എവിടെയാണ്, നമ്മളുടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്ഡേറ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഡെക്സ് നമ്പറിലും കുറവ് ആണെങ്കിൽ, ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഡെക്സ് നമ്പറിനും കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് ആഡ് ചെയ്യുക എവിടെയാണ്, ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൽ നമ്മളെന്താണ്, ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ മാനുവലി ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാനുവലി ആക്റ്റീവിന് ആഡ് ചെയ്യാണ് കേട്ടോ. ആക്റ്റീവിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവം വരുന്നത്, ഇപ്പോഴാണ്ടോ. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഇതിങ്ങനെ കാണാൻ വേണ്ടി പറ്റി, റൗണ്ടായിട്ട് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. നമ്മൾ കോഡ്, ഇനി നമ്മളെ കോഡ് നമുക്കൊന്ന് രണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്തു, ഇതിനെ ആക്റ്റീവായി. ഇപ്പോൾ നമ്മളിവിടെ കണ്ട 03 ആണ് കേട്ടോ. അല്ല, ഇൻഡെക്സ് വാല്യൂ 3 ആണ്, അതിന് ആക്റ്റീവായി. ഇൻഡെക്സ് വാല്യൂ 4 എന്ത് ചെയ്തു, അത് ആക്റ്റീവായി. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ കൊടുത്തിട്ടുള്ളത്. എൽസ് ആണെങ്കിൽ ഇനി നമുക്ക് എന്ത് പറയണം, എൽസ് ആണെങ്കിൽ ഇവിടെ എന്താണ്, ഒരു കണ്ടീഷൻ കൊടുക്കണം. എൽസ് ആണെങ്കിൽ സർക്കിൾ, അതായത് ഈ സർക്കിൾ എന്ന് പറയുന്നത് ഏതാണ്, ഈ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ അറേ. ഓക്കെ, ഈ സർക്കിളിൻ്റെ ക്ലാസ് ലിസ്റ്റ് റിമൂവ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് കൂടുതലാണെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇവിടെ വരുമ്പോൾ നമുക്കെന്താണ്, വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ അറിയാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഈ ഒരു ഗ്രേറ്റർ ആയിട്ട് വരികയാണെങ്കിൽ, ഇൻഡെക്സ് വാല്യൂവിനേക്കാൾ കുറവായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണമെന്നും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പറഞ്ഞു കൊടുത്തു. ഇനി പ്രീവിയസിൽ ക്ലിക്ക് ചെയ്ത് ഇനി പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഫംഗ്ഷനാലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇനി എഴുതാം. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്താണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ബാറിനെ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലൂ ചെയ്യണം.
അതിന് നമ്മളെന്താണ് ഓൾറെഡി CSSൽ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഒക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, BTN ആക്റ്റീവിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു അനിമേഷൻ എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് എൽസ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കോൺസ്റ്റ്, ഒരു വേരിയബിൾ കൂടി ഞാൻ എന്ത് ചെയ്തു ഇവിടെ അസൈൻ ചെയ്തു, കോൺസ്റ്റ് ആക്റ്റീവ്സ്. കോൺസ്റ്റ് ആക്റ്റീവ്സിൽ ഞാൻ എന്ത് പറഞ്ഞു, ക്വറി സെലക്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ക്വറി സെലക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട പോലെ ഈ ഓരോ സർക്കിളിൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം, ഈ ആക്റ്റീവിൽ കിട്ടണം. അതായത് സർക്കിൾ എന്ന് ക്ലാസ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സിനെയും കിട്ടുന്ന പോലെ തന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ക്ലാസ്സിനെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ കണ്ടു ആക്റ്റീവ് ക്ലാസ് അവിടെ വരുന്നുണ്ട്. സോ ആ ഓരോ ആക്റ്റീവ് ക്ലാസ്സിനെയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ക്വറി സെലക്ടർ യൂസ് ചെയ്തിട്ട് ആക്റ്റീവ് ക്ലാസ്സിനൊക്കെ കിട്ടി നമ്മളെന്താണ് ആക്റ്റീവ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഇത് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് നമ്മളെ console.log നമുക്ക് ഈ സർക്കിളിനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സോറി ഇവിടെ വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ആക്റ്റീവ് ക്ലാസ് ആയി. ഇങ്ങനൊരു നെക്സ്റ്റ് കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര 3 ആക്റ്റീവ് ക്ലാസ് ആയി. ഓക്കെ, സോ ആ ആക്റ്റീവ് ക്ലാസ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബാറിന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇതിനെങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. നമുക്ക് എന്താണ് അതിലേക്ക് പോവാം. സോ ആക്റ്റീവ് ക്ലാസ് ആയിട്ടുള്ള എല്ലാ ഡിവിഷനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്റ്റീവ്സിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രോഗ്രസ് ബാറിൻ്റെ സ്റ്റൈലിൻ്റെ വിട്ട്. എവിടെയാണ് നമ്മുടെ പ്രോഗ്രസ് ബാർ? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു പ്രോഗ്രസ് അവിടെ ഈ വിട്ട് കൂട്ടി കൊടുത്തപ്പോഴാണ് നമുക്ക് എന്താണ് ഓരോ എഫക്റ്റ് അവിടെ വന്നപ്പോൾ 50 കൊടുത്തു. വേണ്ട, അവിടെ ലൈൻ 50% വരെ, അതായത് ഏകദേശം ഇതിൻ്റെ പകുതി വരെ നമുക്ക് എന്ത് ചെയ്തു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാണ്. എവിടെ വെച്ചിട്ട്, നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്, പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു ഇതിനടുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലേ. ആ പ്രോഗ്രസ്സിൽ എന്താണ്, ഡോക്യുമെന്റ് ഗെറ്റ് എലമെന്റ് ബൈ ID ആയിട്ടുള്ള ഈ സംഭവം ഇവിടെ ഉണ്ട്. ഈ CSS ഇപ്പോൾ കാണിച്ച CSSൻ്റെ ഉള്ളിലുണ്ട് താനും. അപ്പോൾ ഈ പ്രോഗ്രസ്സിനെ ഞാനിവിടെ യൂസ് ചെയ്യാണ്. പ്രോഗ്രസ്സിൻ്റെ എന്താണ് മാറ്റി കൊടുക്കേണ്ടത്, നമുക്ക് മാറ്റി കൊടുക്കേണ്ടത് അതിൻ്റെ വിട്ടിനെയാണ്, സ്റ്റൈലിലുള്ള വിട്ടിനെയാണ്. സോ അതിൻ്റെ മുന്നേറ്റ് നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ നമ്മളിവിടെ ആക്റ്റീവ് നോക്കിയില്ലേ, അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു console.log ഇടുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ console.log actives.length ഉണ്ട്, circle.length ഉണ്ട്. ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ക്ലാസിൻ്റെ ലെങ്ത്തും സർക്കിളായിട്ടിരിക്കുന്ന ക്ലാസിൻ്റെ ലെങ്ത്തും എന്തുണ്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളെന്താണ് സ്റ്റൈല്, അതെന്തും നമ്മളിവിടെ ഒരു ചേഞ്ച്, നമ്മളിവിടെ ചെറിയ ചേഞ്ച് വരുത്തിയത് അപ്ഡേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒരു ബാർ വന്നിരുന്നത്. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താണ് ഇപ്പോൾ നമ്മളെന്താണ് console.e ചെയ്യാൻ പോകുന്നത്, ഈ actives.length ഇതിൻ്റെ ലെങ്ത്തും പിന്നെ സർക്കിളിൻ്റെ ലെങ്ത്തും, സർക്കിൾ ക്ലാസ് ആയിട്ട് വരുന്നതിൻ്റെ ലെങ്ത്തും പാടെ നമ്മളെന്ത് ഇവിടെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ആയിരിക്കുന്ന ക്ലാസ് എത്രയാണ്, 1 4, ഇതിൽ 2 4 2 4 2 4 എന്നാണ് കാണിക്കുന്നത്. കാരണം ഇതിൻ്റെ ID circles.length അവിടെ മൊത്തം സർക്കിളിൻ്റെ ലെങ്ത് ആണ് കാണിക്കുന്നത് കേട്ടോ. മൊത്തം സർക്കിളിൻ്റെ ലെങ്ത്തും ഇവിടെ എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസിൻ്റെ ലെങ്ത്തും. അപ്പോൾ നമുക്ക് എന്താണ് 2 4, ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 3 4 വന്നു. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 4 4 ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ ഇനി നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബൈ ഇട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടണം. അപ്പോഴുള്ളൂ ഈ ലൈനിനെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റാർ ഇട്ടിട്ട് 100 എന്ന് പറഞ്ഞു. സ്റ്റാർ ഇട്ടിട്ട് 100 എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 25 50 50 50 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മളെന്താണ് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് ഈ ഓപ്പറേഷനാണ് ചെയ്യുക, പിന്നെയുള്ളൂ അതിനെന്ത് ചെയ്യുക, ഇൻഡ്യൂ ചെയ്യുക. സോ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. സോ
സോ നമുക്ക് 25, 50, 50, 75 കിട്ടി. ഇനി എന്ത് കിട്ടി? 100 കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് അതെങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഇപ്പം ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം നമുക്കിവിടെ കിട്ടിയില്ലേ, നമുക്ക് വാല്യൂസ് ഇവിടെ കിട്ടി, 50 കിട്ടി. ഓരോ ക്ലിക്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ അതിനെ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എന്താണ് 25 എന്ന് കിട്ടി, പിന്നത്തെ വാല്യൂ 50 എന്ന് കിട്ടി. ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 75 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് 100 എന്ന് കിട്ടി. 100 എന്ന് കിട്ടുമ്പോൾ ഏറ്റവും ലാസ്റ്റ്. ഇനി ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ എന്താണ് styled.css 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ വാല്യൂ വരണം. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 പിക്സൽ വരണം. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% വരണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്തിൻ്റെ സ്റ്റൈലാണ് വരേണ്ടത്? ഈ പ്രോഗ്രസിൻ്റെ സ്റ്റൈലിനെ നമ്മൾ മാറ്റിയാണ്. നമ്മൾ അപ്ഡേറ്റിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. എന്താണ് പ്രോഗ്രസിൻ്റെ സ്റ്റൈല്. ഈ എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല നമുക്ക് വേണ്ടത്, സ്റ്റൈലിൻ്റെ വിട്ടാണ് വേണ്ടത്. നമ്മളെന്ത് പറഞ്ഞു, സ്റ്റൈലിൻ്റെ വിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടൊരു 26% എന്ന് പറഞ്ഞു കൊടുക്കണം. 26% എന്ന് പറഞ്ഞു കൊടുത്തു. 26 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും 26 എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ 26% എന്ന് വരണം അല്ലേ. ആ വിട്ടിൻ്റെ സ്റ്റൈൽ എന്താണ് 26% എന്ന് വരണം. അപ്പോൾ 26 മാത്രമേ വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരു പെർസെൻറ്റേജ് സൈൻ ഇട്ടു. ഇനി നമുക്കെന്താണ്, ഞാനൊന്ന് റിഫ്രഷ് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോണ്ടോ 26% ഇവിടെ എത്തി. 25 ഇപ്പോൾ 30% ആണെങ്കിൽ 50% ആണെങ്കിൽ ഇപ്പോൾ എവിടെ എത്തുന്നുണ്ട്, ഇവിടം വരെ എത്തുന്നുണ്ട്. അപ്പം അങ്ങ് കാണുന്നത് അറിയില്ല, ഇതവിടം വരെ എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഇപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളുടെ ഈ വിട്ട് പ്രോപ്പർട്ടീനെ, പ്രോഗ്രസ്സിലുള്ള ഈ വിട്ട് പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിക്കൊടുത്തു. പക്ഷെ നമുക്ക് മാറ്റി കൊടുക്കേണ്ട എന്താണ്, ഇങ്ങനെയാണ്, ഇതാണ് മാറ്റി കൊടുക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, അതിനെ console.log ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വിട്ട് പ്രോപ്പർട്ടീനെ ഈ ഒരു രീതിയിൽ വേണം വരാൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ മാറ്റി കൊടുത്തു. ഇവിടെ എന്തൊരു ചെറിയൊരു സിൻടാക്സ് എറർ ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. അതെന്താ വെച്ചാൽ നമ്മളെന്താണ്, ഇവിടെ 2 ബ്രാക്കറ്റ് വേണം. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ആ സിൻടാക്സ് എറർ, ആ റെഡ് കളർ പോയി. ഇനി നമ്മൾ *100 ഇപ്പോൾ നമ്മൾ ഇത് വെച്ചപ്പോഴാണ് നമ്മൾക്ക് എന്ത് വന്നത്, 25, 50 എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇനി നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ക്ലിക്ക് ചെയ്യുമ്പോൾ 50, 75, 100 ഇങ്ങനെ കിട്ടി. പക്ഷെ നമുക്ക് എന്താണ് ശരിക്ക് 25 എന്ന് പറയുമ്പോൾ ഇതിൽ വരണം അല്ലേ, 25, 50, 100 ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിനി ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ active.length -1 കൊടുത്തു നോക്കാം. -1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യണം, -1 കൊടുത്തു. ഇനി ഇതിന് ലെങ്ത്ത് -1 കൊടുത്തു. ഈ ലെങ്ത്ത് -1 നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്, അതിൻ്റെ ലെങ്ത്ത് -1. അപ്പോൾ ലെങ്ത്തിൽ നിന്നും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഒരു പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാകും എന്നുള്ളത് ഇപ്പോൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സംഭവമാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നതെങ്കിൽ 2 ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1 ഇട്ടാൽ തന്നെ അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഫുള്ള് എന്ത് ചെയ്യാണ്, അത് 100%ലേക്ക് വരികയാണ്. സോ നോക്കട്ടെ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് നോക്കിയിട്ട് പറയാം. കൊടുത്തും കിട്ടി. നമ്മളെന്താണ് ഈ *100 ഇടേണ്ടത്, നമ്മൾ എവിടെയാണെന്ന് അറിയോ, *100 ഇടേണ്ടത് നമ്മളെന്താണ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഈ ബ്രാക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക. അതിൻ്റെ മുന്നെന്താണ് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലോസ് ചെയ്യണം. ഇതിനെ രണ്ടിനും ക്ലോസ് ചെയ്യണം. ഇതിനെ ക്ലോസ് ചെയ്തു. ഇനി എന്താണ്, ഈ ബ്രാക്കറ്റ് ഇവിടെ വേണ്ട. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യം ഇതിനെ ചെയ്തു, ആദ്യം ഇതിൻ്റെ ലെങ്ത്ത് എടുത്തു, എന്നിട്ട് അതിനെ ബൈ ചെയ്തു.
ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത്തിനെ മൈനസ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു, ഈ 100നെ മൊത്തത്തിൽ എന്ത് ചെയ്തു, അതിൻ്റെ ഇൻറ്റു 100 കൊടുത്തു. പിന്നെ എന്താണ് പെർസെൻറ്റേജ് സൈനും എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ യെസ് 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 സക്സസ്. ഇപ്പം നമുക്കെന്താണ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇനിയും നമുക്കെന്താണ് സെയിം സാധനം നമ്മളെ പ്രീവിയസിൽ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കൺസോൾ ഇപ്പോൾ ഇവിടെ വരുന്ന ഈ കൺസോൾ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് വേറൊരു കൺസോൾ കൂടി വരുന്നത് എവിടുന്നാണ്? ഓക്കെ, ഈ ഒരു കൺസോളിനെയും ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് 25, 50, 75, 100 എന്ന് പറഞ്ഞിട്ട്. ഒന്നുകൂടി നോക്കിക്കോളൂ. ഇപ്പോൾ എന്താണ് 25, ഇപ്പോൾ ഇതിൽ 50ലാണ് നിൽക്കുന്നത്, 75ലാണ് നിൽക്കുന്നത്, 50ലാണ് 100ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ കാണുമ്പോൾ ആണെങ്കിലും ബിഹൈൻഡ് ദ സീനിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 100 ആയിരിക്കും. ഓക്കെ, അതോട്ടാണ് അത് ഫുള്ള് വന്നത്. ഇനി നമുക്ക് എന്താണ്, ഇതിനെ ഞാൻ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് പ്രീവിയസിനൂടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതാണ്. ഇഫ് കണ്ടീഷൻ എന്താണ്, ഓഫ് എൻ്റെ തല കറങ്ങിപ്പോയിട്ടോ. കറണ്ട് ആക്റ്റീവിൽ എന്താണ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ എഴുതാണ്. എന്താണ് കണ്ടീഷൻ, പ്രീവ് ഡോട്ട് ഡിസേബിൾഡ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ഡിസേബിൾ ആക്കിയിട്ട് ഒരു സംഭവം വെച്ചിരുന്നല്ലോ, നമ്മൾ പ്രീവിയസ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിസേബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഡിസേബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ഡിസേബിളായി. ഇനി നമ്മളെന്താണ് പ്രീവിയസ് ഡോട്ട് ഡിസേബിൾഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇപ്പോൾ കറണ്ട് ആക്റ്റീവ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ അത് 1 ആണെങ്കിൽ ഡിസേബിളിനെ ട്രൂ ആക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇതെന്താണ് ഇവിടെ ട്രൂ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എന്താണ് ട്രൂ തന്നെയാണ് വേണ്ടത്. കാരണം ഡിസേബിളായിട്ട് തുടരണം. കാരണം 1 ആണെങ്കിൽ എന്താണ് ഡിസേബിളായിട്ട് കണ്ടിന്യൂ ചെയ്യണം. പ്രീവിയസിൻ്റെ ഡിസേബിലിറ്റി എന്താണ് കണ്ടിന്യൂ ആവണം. അപ്പോഴുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2ലേക്ക് വരുമ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ഡിസേബിൾഡ് നമ്മളെന്തായിട്ടുണ്ട്, ട്രൂ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു എൽസിഫ് കൂടി എഴുതണം. എൽസിഫ് നമ്മളെന്താണ് വേറെ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാണ്. കറണ്ട് ആക്റ്റീവ് ഈക്വൽ ടു നമ്മളെന്താണ് ഈ സർക്കിൾസ് ഡോട്ട് ലെങ്ത് ആണെങ്കിൽ സർക്കിൾസ് ഡോട്ട് ലെങ്ത് LENGTH സർക്കിൾസ് ഡോട്ട് ലെങ്ത് ആണെങ്കിൽ, അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഒട്ടും പോകാൻ പാടില്ല. ഇതെന്താണ് സർക്കിൾസ് ഡോട്ട് ലെങ്ത്, എന്താണ് കറണ്ട് ആക്റ്റീവ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. സോ ഞാൻ എന്ത് പറഞ്ഞു, ഈക്വൽ ടു സർക്കിൾസ് ഡോട്ട് ലെങ്ത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ബ്രാക്കറ്റ് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, കറക്റ്റായി. ഇഫ് സർക്കിൾസ് ഡോട്ട് ലെങ്ത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഡോട്ട് ഡിസേബിൾഡ് ഈക്വൽ ടു ട്രൂ എന്നാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് ഡോട്ട് ഡിസേബിൾഡ് ഈക്വൽ ടു ട്രൂ. ഓക്കെ, സോറി, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളുടെ പ്രീവിയസിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. അതാണ് അത് അവിടെ വർക്കാവാത്തത്. ഞാനും അതെന്താണ് വർക്കാകാത്തത് എന്നുള്ളതിൽ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നമ്മളെന്താണ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ വന്നു പ്രീവിയസിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എൽസിഫിൽ നമ്മൾ സർക്കിൾസ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എൽസിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റിൻ്റെ ഡിസേബിളിനെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റിൻ്റെ ഡിസേബിളിനെയും ഫാൾസാക്കി, പ്രീവിയസിൻ്റെ ഡിസേബിളിനെയും ഞാൻ എന്താക്കി, ഫാൾസാക്കി. അപ്പോൾ ഇനി നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, ഇതിനെ എനേബിളായിട്ട് കാണിക്കും. നോക്കി നോക്കാം. യെസ്, ഇപ്പോൾ പ്രീവിയസ് എന്ത് ചെയ്തിട്ടുണ്ട്, എനേബിൾ ആയിട്ടുണ്ട്.
പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ തിരിച്ചിങ്ങോട്ട് പോയി പ്രീവിയസ് എന്തായിട്ടുണ്ട്, വീണ്ടും ഡിസേബിളായി. നെക്സ്റ്റ് വന്നു, നെക്സ്റ്റ് വന്നു, 4ൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഡിസേബിളായി. യെസ്, ഓക്കെ, നെക്സ്റ്റ് ഡിസേബിളായി. പ്രീവിയസിൽ വരുമ്പോൾ എന്ത് ചെയ്തു, അതിനെ ഇൻക്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്, അത് ഡിസേബിൾ ആയിട്ടുണ്ട്, പിന്നെ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഈ ഒരു ഇഫ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. നമ്മൾ ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ ഇതിനെ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ മറന്നിരുന്നു. സോ അത് എഴുതിയപ്പോൾ എന്തായി, അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തായി, അതിൻ്റെ ആ വർക്കിംഗ് കറക്റ്റായി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് എപ്പോഴാണോ നമ്മൾ അപ്ഡേറ്റ് ഇവിടെ ഇട്ടത്, സെയിം അപ്ഡേറ്റ് ആ സമയത്ത് തന്നെ ഇടാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും റിസൾട്ടിനെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്തുള്ളത്, പ്രോഗ്രസ് ബാറിൻ്റെ അസൈൻമെൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അസൈൻമെൻ്റ് എല്ലാവരും ചെയ്തു നോക്കുക. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം, സംശയങ്ങൾ ചോദിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൺസോൾ ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക. ആക്റ്റീവ്സ് ഡോട്ട് ലെങ്ത് എന്താണ്, സർക്കിളിൻ്റെ ലെങ്ത് എന്താണ്, അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ്, എത്ര സംഖ്യ കിട്ടുന്നുണ്ട്, 25 കിട്ടുന്നുണ്ട്, 50 കിട്ടുന്നുണ്ട്, 75 കിട്ടുന്നുണ്ട്, 100 കിട്ടുന്നുണ്ട്. അതിനൊക്കെ നമ്മളെങ്ങനെ ജനറേറ്റ് ചെയ്തെടുത്തു. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഇതൊക്കെ ഇവിടെ എന്തിനാണ് ആഡ് ചെയ്തത്, ഈ സംഭവം എന്തിനാണ് ആഡ് ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ്, അടുത്ത അസൈൻമെന്റിൽ നമുക്ക് എന്താണ് കാണാം. സോ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഓൾസോ practice your level best. So see you in the next video.